ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും തീർച്ചയായിട്ടും ഗ്രോത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം എന്ന് പറയാറുണ്ട്. പക്ഷേ അത്ര എളുപ്പമല്ല പറയുന്ന കാര്യം ഈ മാറ്റത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ട്രാൻസ്ഫോർമേഷൻ എടുത്ത് മിസ്റ്റർ ഉമർ ഫറൂഖ് എന്ന് പറയുന്ന വ്യക്തിത്വം നവാനി മെഡിടെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ടോട്ടൽ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സർജിക്കൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മൂല്യങ്ങളെ കാത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഒരു ബിസിനസ് ഓണറാണ്. റിയലായിട്ടും ലെവണക്സ് ഗ്രോത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ ഇന്നത്തെ ലെവണക്സ് ഡിസ്കഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ഉമർ സാർ. താങ്ക് യു സർ. താങ്ക് യു. യെസ്, ഭയങ്കര സന്തോഷമുണ്ട് സാറിൻ്റെ കൂടെ ഇങ്ങനൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യപ്പെടാൻ പറ്റുന്നതിൽ. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ലെവണക്സിന് മുമ്പുള്ള സാറിൻ്റെ ഒരു ജേണിയുണ്ട്. കാരണം നമ്മൾ ആദ്യം 1-to-1 ഇരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞത് ഒരു വേദനയോട് കൂടിയാണ്. എൻ്റെ ക്യാഷ് ഫ്ലോ ചലഞ്ചിലാണ്, നെറ്റ് പ്രോഫിറ്റ് ചലഞ്ചിലാണ്, ഇഷ്ടംപോലെ സെയിൽസ് നടക്കുന്നുണ്ട്, ടീമും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലെവണക്സ് ജേണി തുടങ്ങുന്നതിന് മുമ്പുള്ള സാറിൻ്റെ മാനസികാവസ്ഥയും ഒരു സിറ്റുവേഷനും എങ്ങനെയാണ് സാറ് നോക്കിക്കാണുന്നത്? വലിയൊരു സ്വപ്നത്തോടു കൂടിയാണ് സാർ നവാനി മെഡിടെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ഫോം ചെയ്തത്. ഒരു വലിയ വിഷനോട് കൂടിയാണ്. കാരണം നമുക്ക് സമൂഹത്തിലുണ്ടാകുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും അവിടെ വരുന്ന ഡോക്ടേഴ്സിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരു ഇൻഫെക്ഷനിൽ നിന്ന് മുക്തി നേടുക എന്നൊരു ഡയമെൻഷനിലായിരുന്നു ഞാൻ നവാനിയെ ഫോം ചെയ്തത്. അത് ഏറ്റവും കേരളത്തിലെ നമ്പർ 1 കമ്പനിയാക്കിക്കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് കംപ്ലൈൻസുകൾ മീറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഡൊമസ്റ്റിക്കൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 കമ്പനിയാക്കിക്കൊണ്ടായിരുന്നു ഫോം ചെയ്തിട്ടുള്ളത്. ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിയലൈസേഷനിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കോമ്പറ്റീറ്റർ ഭയങ്കരമായിട്ട് കടുത്തു നിൽക്കുന്നു. സെയിൽസാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്ന ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. സെയിൽസിൻ്റെ പിറകിലായിരുന്നു യാത്ര മുഴുവൻ. തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ചലഞ്ച് ഒന്ന് ക്യാഷ് ഫ്ലോ. കാരണം സെയിൽസ് നടക്കുന്നുണ്ട്, ക്യാഷ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും സമയത്ത് കിട്ടുന്നില്ല. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, പക്ഷേ എങ്ങനെ സൊല്യൂഷനിലേക്ക് കയറും, അവിടെയാണ് ഒരു സ്ട്രക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? ആ സമയത്തുള്ള മാനസികാവസ്ഥ സാർ, പുറമേ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും ഉള്ളിൽ അകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്. കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫോക്കസ് ഔട്ടായി പോവുകയാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, ഒരു ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടീമുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റിയൽ പെയിൻ നമുക്ക് കാണാൻ പറ്റും. ഈ റിയൽ പെയിൻ ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴും ഈ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും ടീം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഈ പ്രശ്നമാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവരോട് സാറിൻ്റെ ഒരു ബിഹേവിയർ ഒക്കെ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഇത് സൊല്യൂഷന് വേണ്ടിയിട്ട് ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയിരുന്നോ, അല്ലെങ്കിൽ റൈറ്റായിട്ട് ലീഡ് ചെയ്യാൻ പറ്റിയിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ആ ഒരു എക്സ്പീരിയൻസിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവായിരുന്നു സാർ. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതിപ്പോൾ ടീമിനോട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ടീം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഫിയർ ഫാക്ടറാണ് പറയുന്നത്. കാരണം നമ്മളെങ്ങാനും പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ലെയറിൽ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരെ ഞാൻ ടോട്ടലി ബിലീവ് ചെയ്യാണ്. അവർ പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ കയറുകയാണ്. ഫാമിലിയിൽ വരുമ്പോൾ ഫാമിലിയും ചോദിക്കുന്നുണ്ട്, എന്താണ് പഴയ ഒരാളെ കാണുന്നില്ലല്ലോ, പഴയൊരു ഉമർ ഫറൂഖ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി, കമ്പനിയൊക്കെ തുടങ്ങിയിട്ട് എന്നുള്ളത് ഇത് പറയുന്നുണ്ട്. ഞാൻ അപ്പോഴും അവർക്കിതൊന്നും അറിയാതെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ആ മൈൻഡ് ഫ്ലക്ച്വേഷൻ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, വൈഫിനാണെങ്കിലും അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇതിനൊരു ഡോക്ടറുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഒരുപാട് ട്രെയിനിങ്ങും കോച്ചിങ്ങും ഉള്ള ഒരു നാടാണല്ലോ സർ കേരളം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് മനസ്സിലാക്കി കൊണ്ട് ആണ് ലെവനക്സ് കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് എടുക്കാനായിട്ടായിരുന്നു ആക്ച്വലി ഞാൻ ലെവനക്സിലിട്ട് വരുന്നത്. അല്ല, അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഫസ്റ്റ് ഡിസ്കഷനും ഞാൻ മറക്കില്ല. കാരണം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത്രയും സെയിൽസ് ഉണ്ട്, അപ്പോൾ ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ ഇൻസെൻറ്റീവ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, കളക്ഷനിൽ സാർ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവർ ആരൊക്കെയാണ് ഓണർഷിപ്പ് എടുക്കുന്ന ലീഡേഴ്സ്, ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ച ആ പോയിന്റിൽ തന്നെ ഒരുപാട് റിയലൈസേഷനിലൂടെ സാറ് പോയിരുന്നു. പിന്നെ ലെവണക്സ് 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം
അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂൾസും സാറിൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ അതിനെ സാറ് ഏറ്റെടുത്ത ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ലെവണക്സിൽ സാറിനെ വിളിക്കുന്നത് തന്നെ ലെവണക്സ് വൊക്കാബുലറി മാൻ എന്നാണ്. കാരണം ഒരു പക്ഷേ ലെവണക്സ് ടീം മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ സാറ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിക്കും ഇന്നിപ്പോൾ സാറിൻ്റെ ഒരു ടീമുമായിട്ടുള്ള ഡിസ്കഷനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. സാറിൻ്റെ ടീമും സാറും അതിനെ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് ഇൻ ദ സെൻസ് നമുക്കറിയാം നമ്മൾ ജേണി തുടങ്ങിയത് നെഗറ്റീവ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. ഇന്ന് പോസിറ്റീവ് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാനും നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് വരാനും അല്ലെങ്കിൽ റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ചെറിയ പീരീഡിനുള്ളിൽ തന്നെ സാറിന് സാധിക്കുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് വലുതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ടൂൾസ് കിട്ടിയതുകൊണ്ട് ആളുകൾ ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും ചോദിക്കാനും പറയാനും ലെവണക്സ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇൻറ്റൻസിറ്റി സാർ ഏറ്റെടുത്തത് വേറെ തലത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ജേണി ഇത്രയും ഡീപ്പായിട്ട് സാർ എടുക്കാനുള്ള റീസൺ എന്താണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? ഒന്ന് റിയൽ പെയിൻ ആണ് സാർ. റിയൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. കാരണം എന്താണോ എൻ്റെ കമ്പനി ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ബോട്ടിൽ നെക്ക്, ഒന്ന് ക്യാഷ് ഫ്ലോ ആണ്, രണ്ട് നെറ്റ് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് സെവറൽ റീസൺസ് ഉണ്ട്. നമുക്കത് അവിടെ ലെവനക്സ് എന്ന കമ്പനിയുടെ ടൂള് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടൂളായിരുന്നു. ഒന്ന് CEO ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആ ടൂള് എന്നെ സംബന്ധിച്ചോളം അതൊരു ഐ ഓപ്പണറായിരുന്നു. പക്ഷെ ആ ടൂളിലേക്ക് കയറുന്നതിന് മുമ്പ് ലെവനക്സിൻ്റെ സിസ്റ്റമാണ് എന്നെ ആ ടൂളിലേക്ക് റിയൽ ആയിട്ട് കൊണ്ടുവന്നത്. നമ്മുടെ 3D സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്താണ് റിയലി വേണ്ടത്. അതുവരെ എൻ്റെ തോട്ടിൽ സെയിൽസ് ആയിരുന്നു വേണ്ടത്. അവിടെയാണ് ലെവനക്സ് എൻ്റെ മൈൻഡ് സെറ്റിൽ കയറി ആ കറക്റ്റ് ഡയറക്ഷനിലേക്ക് എന്ത് വേണം, ആരായിരിക്കണം അത് ലീഡ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് ലെവനക്സ് ഒരു ക്ലാരിറ്റി കോമ്പസിലൂടെ വളരെ സിമ്പിളായിട്ട് അരുൺ സാറ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്. അപ്പോൾ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു, ഇതാണ് എനിക്ക് വേണ്ടത്, ഇവിടെയാണ് എൻ്റെ നവാനിക്ക് നെക്സ്റ്റ് എൻ്റെ വിഷനിലേക്ക് നവാനിയെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ലെവനക്സ് കമ്പനിയാണ്. ഇത് ആ ഒരു ഡയറക്ഷനിൽ അവിടെ നിന്നാണ് ടൂളിലേക്ക് കയറുന്നത്. അവിടെയാണ് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ ഡാറ്റയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ പറയുന്ന ടൂളുകളെല്ലാം ലെവനക്സിൻ്റെ കയ്യിലുണ്ട്. എല്ലാം ഒരു ഒരു ഓർഗനൈസേഷൻ, അതൊരു ക്യാൻസർ സ്റ്റേജിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ഒരു നന്നായിട്ട് ഗ്രോത്ത് ഫേസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ വന്നാലും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കംപ്ലീറ്റ് വെപ്പണും അടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ലെവനക്സ് എന്നുള്ളത്. ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് ഡാറ്റകളുണ്ട്. ഞാനപ്പോൾ അത് അതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ലെവനക്സിൻ്റെ CEO ഡാഷ്ബോർഡാണ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ലെവനക്സിൻ്റെ ക്യാഷ് ഫ്ലോ ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. കാരണം എൻ്റെ പ്രോബ്ലം എവിടെയാണ് നിൽക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അരുൺ സാറ് എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ലെവനക്സിൻ്റെ ക്യാഷ് ഫ്ലോ ലീഡിങ് ഇൻഡിക്കേറ്റർ. സോ അവിടെ നമുക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് അത് എടുക്കേണ്ടത്, എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല എക്സിക്യൂഷനിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം ചോദ്യങ്ങളിലൂടെയാണ് അരുൺ സാർ എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായി, എവിടെയാണ്, എങ്ങനെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ടോൺ നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതൊന്നും പോരാ, അടുത്ത ലെയർ കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ലെവനക്സിൻ്റെ ഒരു റിയൽ ലെവനക്സ് ഫൈറ്റർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ലെവനക്സിൻ്റെ മൂന്നാമത്തെ സിസ്റ്റത്തിൽ കയറുമ്പോഴാണ്, ഡിസിപ്ലിൻ. അവിടെ ടോട്ടലി അടിപൊളി. ഒരു 9 months കൊണ്ട് നവാനിയുടെ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആകുന്നു, നവാനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്ത് തുടങ്ങുന്നു, നവാനിയുടെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ഡയറക്ഷനും ഡാറ്റയും ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഡിസിപ്ലിനാണ് ലെവനക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിടിച്ചത്. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചോളം ഭയങ്കര പാടാണ്. കാരണം എല്ലാവരും ഓർഡർ ചെയ്തിട്ടും അല്ലെങ്കിൽ എല്ലാവരോടും ഇതായിട്ടിരിക്കുന്ന ഇതിലെ ഞാനിങ്ങനെ സാറിനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാറിൻ്റെ കമ്പനിയെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുമ്പോഴും സാറ് ലെവനക്സ് സിസ്റ്റത്തിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, അത് ആ സിസ്റ്റമാണ് നവാനിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സിസ്റ്റം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഒരിക്കലും ആ കമ്പനിയിൽ ഇമ്പാക്റ്റ് എത്രത്തോളം എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ നമ്മൾ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഞാൻ ഡിസിപ്ലിനിലേക്ക് കയറി വരുന്നു, എൻ്റെ ടീമിനെ ഞാൻ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകുന്നു, എന്താണോ ഞാൻ ലെവനക്സിൽ നിന്ന് ലേൺ ചെയ്യുന്നത് അത് എൻ്റെ ടീമിലേക്ക് ഞാൻ സെർവ് ചെയ്യുന്നു. അവരത് വളരെ
അല്ല, ഈ ഒരു പുതിയ സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സാർ പറഞ്ഞ പോലെ 11x 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ബിസിനസ് ഓണർ അതിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് സ്വന്തം കോർ ടീമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വലങ്കയായിട്ട് നിൽക്കുന്ന ടീം മെമ്പേഴ്സിലേക്കൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്ത ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് വരാം. ഓക്കെ, ആ റെസിസ്റ്റൻസ് സാറിൻ്റെ കമ്പനിയിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ എടുത്തത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ അവർക്ക് ഗ്രോത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, എന്തായിരുന്നു സാറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചും അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് സാറിന് എങ്ങനെയാണ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയത്? തീർച്ചയായിട്ടും സാർ, ആദ്യമായിട്ട് നമ്മളൊരു സിസ്റ്റത്തെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് പഠിക്കാൻ വരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ അങ്ങ് ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ തന്നെ അവരുടെ ലീഡർ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു ടൂളായിരുന്നു നമ്മളുടെ OTT MIT എന്ന് പറയുന്ന ആ ഒരു ടൂള്, പവർ ഓഫ് ഡിസിപ്ലിൻ്റെ ഒരു വലിയ ടീമുള്ള. രാവിലെ മോർണിംഗിൽ നമ്മൾ 8 മണിക്ക് മുമ്പ് നമ്മളുടെ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള ആ ടാസ്കുകൾ നമ്മൾ സംസാരിക്കുന്നു. അത് ടീം അത് ഏറ്റെടുക്കുന്നു. അതിലൂടെ അവരുടെ ആ ഡയറക്ഷൻ തന്നെ മാറിപ്പോവുകയാണ്. ഇവരുടെ ശരിക്കും പലപ്പോഴും നമ്മളൊരു റോളിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു. അത് ചിലപ്പോൾ സെയിൽസ് ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ HR ഹെഡ് ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് റോൾസ് കമ്പനിയിലുണ്ടെങ്കിലും എപ്പോഴും ബിസിനസ് ഓണേഴ്സ് ഈ റോളിനെ കുറിച്ചും പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നത് ഒരു ബിസിനസ് ഓണർ ആണെങ്കിലും ലീഡർ ആണെങ്കിലും എംപ്ലോയി ആരാണെങ്കിലും പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കരിയറിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. എന്താണ് സാറിന് അതിനോടുള്ള സാറിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? ആക്ച്വലി സാർ, ഒരു ബിഫോർ 11xന് മുമ്പ് ഞാൻ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. അപ്പോൾ ടീം ഇങ്ങനെ ഇരുന്ന് കമ്മ്യൂണിക്കേഷനിലെ കേൾക്കുന്നുണ്ടായിരുന്നു. അവരെ ബിസിനസ് ഓണറാണല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ സാലറി കൊടുക്കുന്ന ആളാണ്. അതെ, സാലറി കൊടുക്കുന്ന ആളല്ലോ അപ്പോൾ അവർ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും 11x എടുക്കുന്ന ആ സ്ട്രാറ്റജി സെഷൻ ആയിക്കോട്ടെ, ക്യാഷ് ഫ്ലോയുടെ സെഷനിലാണെങ്കിലും അത് കേട്ടിട്ട് ശേഷം ഞാൻ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളൊരു തിളക്കം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. റിയൽ ആ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ലഭിച്ച ഒരു ബിസിനസ് ഓണർ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അവരുടെ കണ്ണുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ, ദിസ് ഇസ് ദ റിയൽ. അവരുടെ ലൈഫിൽ സാറിന് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും അവർക്ക് അത് ഒരു പ്രൗഡ് മൊമെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്യാഷിനേക്കാൾ ഉപരി അവരുടെ എന്താ പറയുക, അവർക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ അവരെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളുണ്ട്. മീൻസ് അവർക്ക് കിക്ക് കിട്ടുന്ന ഒരു കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോബിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊടുത്താലാണ് അവർക്ക് അതിൽ അലൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് അരുൺ സാറിൻ്റെ സ്ട്രാറ്റജി സെഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എത്ര ബിസിനസ് ഓണേഴ്സ് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയമെങ്കിലും ഞാനത് വളരെ അല്ല, പലപ്പോഴും ഇപ്പോൾ 11xലേക്ക് വരുന്ന ഏതൊരു ക്ലയൻറ്റിനെ നോക്കുമ്പോഴും മിക്ക കേസസിലും ഒരുപാട് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിലൂടെ പോയ ആളുകളാണ്. അവർക്ക് നല്ല അറിവുണ്ട്. കിട്ടിയിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളല്ല. എല്ലാ മാനേജ്മെൻറ്റ് ക്ലാരിറ്റിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവർ വരുന്നത്. പക്ഷേ ഫെയിലിയർ ആവുന്നത് പലപ്പോഴും ഇംപ്ലിമെൻറ്റേഷനിലാണ്. ഇപ്പോൾ 11x ഫോക്കസ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റേഷനിലേക്കാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് സാറിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് സാർ എടുത്ത സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ആക്ച്വലി അത് പറയുകയാണെങ്കിൽ ഒരു തുടക്കം പറയാം സാർ. നമുക്ക് ഞാൻ ഇതുപോലുള്ള ടീം മീറ്റിംഗ് വെക്കാറുണ്ടായിരുന്നു, റിവ്യൂ സെഷൻ വെക്കാറുണ്ടായിരുന്നു. അവിടെ ഈ ഒരാഴ്ച നമ്മൾ സംസാരിക്കുന്നതല്ല അടുത്തൊരാഴ്ച സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ ചോദിക്കും, അടുത്ത ആഴ്ച ഇതൊന്നും ചോദിക്കില്ല, പുതിയ കാര്യങ്ങളായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം അന്നത്തെ ഏതാണോ ചലഞ്ച് അതിന് ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ ചോദ്യങ്ങളും എൻ്റെ ഇതും പോകുന്നത്. പക്ഷേ 11x തരുന്ന ടൂളുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കൃത്യമായിട്ട് നെക്സ്റ്റ് ആക്ഷൻ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ ലോക്ക് ചെയ്യണം. ആ ലോക്കിങ്ങിൽ ടീം ആൻസറബിൾ ആവും. അവിടെയാണ് ആ ചേഞ്ച് വരുന്നത്. അവിടെ ആ നമുക്ക് അവരോട് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിതം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഈ തിങ്കളാഴ്ച നമ്മളൊരു മീറ്റിംഗ് വെക്കുന്നു, നെക്സ്റ്റ് മൺഡേ എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് പോകുന്നത്. ആ ഒരു റിതം നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രോത്തിലേക്ക് നമുക്ക് സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് എക്സിക്യൂഷൻ പാർട്ടാണ് നമുക്ക് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് 11x തരുന്നത്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ് ഓണറും അതിനെ എടുക്കുന്ന ലെയറിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികളെ എക്സിക്യൂഷനിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ 9 months കൊണ്ട് നവാനി മെഡിടെക്സ് എന്ന കമ്പനി ഇന്ന്
ക്യാഷ് ഫ്ലോ പോസിറ്റീവായി നിൽക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നു, സെയിൽസ് റവന്യൂ കൂടി നിൽക്കുന്നു, കസ്റ്റമറുടെ എണ്ണം കൂട്ടാൻ പറ്റുന്നു. ആ ക്ലാരിറ്റിയാണ് സാർ. ഇപ്പോൾ ഇതിൽ പലപ്പോഴും ഈ ബിസിനസ് ഇങ്ങനെ ആളുകൾ ഇപ്പോൾ സ്വന്തം ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ പാർട്ട്നേഴ്സ് ഉണ്ടാവണം നിർബന്ധമില്ല. പാർട്ട്നേഴ്സ് ഉള്ള ആളുകളാണെങ്കിലും അത്രയും കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ ആളുകൾ സ്വന്തം ഫണ്ടിനെ വിഡ്രോ ചെയ്തെടുക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മന്ത്ലി ഇൻകം എന്നുള്ള പ്രയോറിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരു പ്രോഫിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന തോട്ടിലേക്ക് ഒന്നും വരുന്നതായിട്ട് ഞാൻ 90% ബിസിനസ് ഓണേഴ്സിലും കണ്ടിട്ടില്ല. ഇപ്പോൾ ലെവണക്സ് സാറിനെയും ബാക്കിയുള്ള ബിസിനസ് ഓണേഴ്സിനെയും കോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ എങ്ങനെയാണ് ബിസിനസ് ഓണറിന് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് വിഡ്രോ ചെയ്തെടുക്കുക എന്ന് പറയുന്ന സിസ്റ്റത്തിലും ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ സാറിന് കിട്ടുന്ന കോൺഫിഡൻസ് എന്താണ്? അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അത് ചെയ്യേണ്ടതിൻ്റെ പ്രയോറിറ്റി സാറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ്? തീർച്ചയായിട്ടും സാർ, അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ബുക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ആ റിസർവ് ഫണ്ട് നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യകത, എന്തിനാണ് മാറ്റിവെക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സിനും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവിടെ ലെവനക്സ് അത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞത് എന്തിനാണ് അത് റിസർവ് ഫണ്ടിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ PMI, നമ്മുടെ വാക്ക് പേഴ്സണൽ മന്ത്ലി ഇൻകം, അതിൻ്റെ ആവശ്യകത എന്താണ്, അത് എങ്ങനെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് ഒരു ബിസിനസ് ഓണർക്ക് അതിന് മുകളിൽ വർക്ക് ചെയ്യാനും അതിൻ്റെ ഒരു റിസൾട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അത് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് സാർ. എന്താ വെച്ചാൽ അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ബിസിനസ് ഓണറിൽ തരുന്നൊരു ഏറ്റവും നല്ലൊരു ടൂളുണ്ട് ലെവനക്സിൻ്റെ കയ്യിൽ, അതായത് തിങ്കിങ് ടൈം അഥവാ BWIT എന്ന് പറയുന്നത്. അവിടെ ഒരു 45 മിനിറ്റ്സ് ഇരുന്നു കൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ നമ്മൾ ഈ പറഞ്ഞ റിസർവ് ഫണ്ട് എടുക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നു. അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ലെവനക്സ് ടീമുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യുന്നു, ഒപ്പം അതിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റികൾ, എക്സ്പെൻസ് മിറ്റിഗേറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓവർ എക്സ്പെൻസുകളെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ആക്ടിവിറ്റികൾ ഉണ്ടാവാം. അതെല്ലാം നമുക്ക് അറിയാനും അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഫണ്ട് സേവ് ചെയ്ത് കണ്ട് നമുക്കൊരു റിസർവ് ഫണ്ടിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ആ ചെറിയ ഫണ്ടുകൾ ഒരു ക്വാർട്ടറിലേക്ക് പോകുമ്പോൾ എത്രത്തോളം നമുക്കത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പറ്റുന്നുള്ളതിൻ്റെ ഒരു ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി അത് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ലെയറിലേക്ക് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നുള്ളത്. സാർ, അതിനെ ഞാൻ സാറിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ചലഞ്ചിങ് ടൈമിൽ ഒരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ലെവണക്സ് പലരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ടെങ്കിലും പിന്നീട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതിൽ വലിയൊരു ഇനീഷ്യേറ്റീവ് സാർ എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് ഓണേഴ്സ് പലപ്പോഴും ലെവണക്സിൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ടൈം ഇല്ല, അതായത് ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അടുത്ത ഗ്രോത്ത് ഫേസിലേക്ക് പോകുന്നത്. ഇപ്പോൾ ലെവണക്സിൽ വരുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ ഭയങ്കര ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്, ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ചിലപ്പോൾ വലിയ ക്ലാരിറ്റി ഇല്ലാതെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകളും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ടൈമിനെ എനിക്ക് കൺട്രോളിൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ സാറിനറിയാം, ചലഞ്ചിങ് പീരീഡിലൂടെ കടന്നുപോയ സമയത്ത് സാറ് വന്നു. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഫാമിലി, ടീമിന് സമയം കൊടുക്കണം, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. എങ്ങനെയാണ് സാർ ടൈമിനെ ഡ്രൈവ് ചെയ്യുന്നത്? സർ, എല്ലാവർക്കും 24 hours ഉള്ളത്. അതിൽ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണം, എവിടെ പ്രയോറിറ്റൈസ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഏതെല്ലാം റിവ്യൂ സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ ടീമുമായിട്ടുള്ള കോച്ചിങ്ങിലാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി എടുത്ത് ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ എല്ലാ ബിസിനസ് ഓണേഴ്സിനും അവരുടെ 24 hours വളരെ ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇത് ഞാൻ പഠിച്ചത് ലെവനക്സിനാണ്. കാരണം ഇത് പറയുന്നത് എന്താ വെച്ചാൽ, കാരണം അതുവരെ എനിക്കും ടൈം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഓട്ടോ ആയിരുന്നു സർ, പ്രോബ്ലത്തിന് മുമ്പിൽ ഓടി നടക്കുമായിരുന്നു. പക്ഷേ ലെവനക്സിൽ വന്നതിന് ശേഷമാണ് ആ വെപ്പൺ എന്നെ പഠിപ്പിച്ചു. ഫോക്കസ് എവിടെ ചെയ്യണം, 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 3 കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസത്തിൽ നമ്മൾ 3 പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടാസ്കുകൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട എൻ്റെ ടാസ്ക് ഏതാണ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 7 days സാറ് ചെയ്തിട്ടുള്ള ഓരോ ദിവസത്തിലും 3 പ്രയോറിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ടോട്ടൽ 7 into 3 21 പ്രയോറിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ സാറിന് പറയാൻ പറ്റുന്ന ക്ലാരിറ്റി ഉണ്ട്? വളരെ സിമ്പിളായിട്ട് അതിനൊരു ടൂൾ ഉണ്ടല്ലോ സാർ, നമ്മുടെ കലണ്ടർ, വീക്ക്ലി കലണ്ടർ എന്ന് പറയുന്ന ആ ടൂളിലേക്ക് നമ്മൾ കയറുന്നു. അതിന് നമുക്ക് കൃത്യമായിട്ട് സൺഡേ എന്ന് പറയുന്ന ദിവസത്തിൽ പല ബിസിനസ് ഓണേഴ്സും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളിവിടെ
ക്യാഷ് ബിൽഡ് ചെയ്യുന്ന ഒരു സാറേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും നമ്മൾ എന്താണ് ഒരു ദിവസം പോലും വിടാതെ ആളുകളുടെ ഫ്രീഡം ഒക്കെ എടുത്ത് നശിപ്പിക്കുന്ന പരിപാടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആക്ച്വലി ഇപ്പോൾ സൺഡേ നമ്മൾ ക്യാഷ് ഡയമെൻഷനിൽ ലെവണക്സ് ആക്ച്വലി സൺഡേ കോച്ച് ചെയ്യാനായിട്ടുള്ള റീസൺ, 1 മണിക്കൂർ സൺഡേ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ തിരക്ക് മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ട് ആ ഒരു സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വർക്ക് വീക്ക്, അതായത് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓണർ ഈ ടീം മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന ഇപ്പം നമ്മളെ സംബന്ധിച്ച് 188 ആഴ്ചകളായിട്ട് ക്യാഷ് എന്ന് പറയുന്ന ഡയമെൻഷനിൽ കോച്ചിങ് കൊടുക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ഉമർ ഫറൂഖ് സാർ. അപ്പോൾ ഈ സൺഡേ മോർണിംഗ് ഇങ്ങനെ എണീറ്റിരിക്കാൻ സാറിന് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇനീഷ്യലി ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി സാർ. പക്ഷേ പിന്നീട് അങ്ങോട്ട് സാറിൻ്റെ ആ ഒരു ക്യാഷ് എന്ന് പറയുന്ന ആ ഡയമെൻഷനിൽ സാറ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടപ്പോൾ പിന്നെ ഇത് മിസ്സായാൽ, ഒരു ദിവസം മിസ്സായാൽ ഭയങ്കര പെയിനാണ്. ഭയങ്കര പെയിനാണ്. നമുക്കത് മിസ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോയിരുന്നു, പുറത്തായിരുന്നു. എന്നിട്ടും ഞാൻ ആ സൺഡേ ഇരുന്നത് അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ് സാർ. കാരണം നമുക്കത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മിസ് ചെയ്താൽ ആ ഒരാഴ്ച അരുൺ സാർ തരുന്ന ആ കണ്ടന്റ് പിന്നെ കിട്ടത്തില്ല. അതാണ് ലെവനക്സിന്റെ ഏറ്റവും വലിയൊരു കാരണം. നമുക്ക് ഒരാഴ്ച നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതല്ല. ഇതിലൊരു രസമുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ജെനുവിനായിട്ട് ചോദിച്ചു, സാറ് ജെനുവിനായിട്ട് ഉത്തരം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ വിചാരിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫുൾ ടൈം ഇവിടെ പണിയെടുക്കണോ എന്നുള്ളൊരു തോട്ട്. അതിനെന്താ സാറിന് പറയാനുള്ളത്? പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് റിയാലിറ്റിയാണ്. കാരണം ഞാനിങ്ങനെ എന്താ പറയുക, ബിസിനസ് ഓണേഴ്സ് എന്നോട് പറയാറുണ്ട് ലെവണക്സിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. 1. 2 എന്താണ് പല ബിസിനസ് ഓണേഴ്സും ഇങ്ങനെ 2-3 സെഷൻസിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റേതോ ട്രെയിനിങ് പ്രോഗ്രാമിനെ പോലെയാണ് ഇത് കാണുന്നത് എന്നുള്ളത് അവർ പറയാറുണ്ട്. സാറിൻ്റെ റിയൽ ആയിട്ടുള്ള ഫീൽ എന്താണ് സാർ? അത് പറയുകയാണെങ്കിൽ ലെവനക്സിൻ്റെ ടൂള് ആയിക്കോട്ടെ, ലെവനക്സ് ആയിക്കോട്ടെ, വളരെ സിമ്പിളാണ് സാർ. അത്ര വലിയ പുറത്ത് കാണിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഭവമൊന്നും അല്ല ലെവനക്സിൻ്റെ ടൂളുകൾ അല്ലെങ്കിൽ ലെവനക്സ് എന്ന് പറയുന്ന കമ്പനി. വളരെ സിമ്പിളാണ്. നമുക്ക് 3 പ്രയോറിറ്റി ടാസ്ക് എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടാൽ 4 ഡയമെൻഷനിൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്നു. ഒന്ന് കസ്റ്റമറുടെ ഡയമെൻഷൻ നമുക്ക് മാറ്റി വരുന്നു, റവന്യൂയുടെ ഡയമെൻഷൻ നമുക്ക് മാറ്റം ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നു, പ്രോഗ്രസ് കാണുന്നു, ക്യാഷ് ഫ്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് മാറ്റം എടുക്കാൻ കഴിയുന്നു. ദെൻ പ്രോഫിറ്റ്. അതാണല്ലോ സാർ നമ്മൾ പ്രോഫിറ്റ് ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്നെ പഠിപ്പിച്ചത് ലെവനക്സ് കമ്പനിയാണ്. കാരണം സെയിൽസ് ഫസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളതിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനാണ് പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നൊരു ഇതാണ്. പക്ഷേ ഇത് മറ്റുള്ള ബിസിനസ് ഓണേഴ്സിന് തീർച്ചയായിട്ടും ലെവനക്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ലെവനക്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ശരിക്കും സാർ ഒരു ലെവണക്സ് ഫാനായി മാറിയെന്ന് എനിക്ക്, കാരണം ഞാൻ എന്ത് ചോദിച്ചാലും ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അത്രയും പെയിനിലാണല്ലോ സാർ ഞാൻ ലെവനക്സിലേക്ക് വരുന്നത്. അതായത് ക്യാഷ് ഫ്ലോ നമുക്ക് പുറകോട്ട് നിൽക്കുന്നു, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഡയഗ്നോസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ പറയുന്നത് അവിടെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ ടൂളുകൾ തന്ന്, കൃത്യമായ കോച്ചിങ് തന്ന്, കൃത്യമായ ലെയറിൽ നവാനി മെഡിടെക്സ് എന്ന കമ്പനിയെ ഇന്ന് ഈ ഒരു 9 മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ജേണിയിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെവനക്സിന്റെ എങ്ങനെയാണ് സാർ ഞാനത് പറയാതിരിക്കുന്നത്? ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകണമല്ലോ, സാറിന് അറിയാം. ലെവണക്സ് കേരളം ബിസിനസ് സബ്മിറ്റ് 2026 സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതായത് സാറിന് അറിയാവുന്ന പോലെ തന്നെ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു പ്രോഗ്രാം ഫിസിക്കൽ ഇവൻറ്റ് നമ്മൾ പുറമേയുള്ള ബിസിനസ് ഓണേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മെറ്റ ആർട്സും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട സമയമാണ്. നമ്മൾ ഇനീഷ്യലി കോൺഷ്യസ് ആയിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വർഷം നമ്മളതിൽ ആളുകളെ അറിയിക്കുക, ഇങ്ങനെ ഒരു ലെവണക്സ് സിസ്റ്റം, ലെവണക്സ് 3D ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിസിനസ് ഓണേഴ്സിനുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്യാനായിട്ട് എൻ്റെ മാർക്കറ്റിംഗ് ടീം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ സാറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ഒരു ജേണി, അതായത് അവർ ഭയങ്കര സ്ക്രിപ്റ്റൊക്കെ തന്നെങ്കിലും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, എനിക്കറിയാം ഈ മനുഷ്യനെ കുറിച്ച്, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ പഴയ ഉമർ ഫറൂഖിൽ നിന്ന് പുതിയ ഉമർ ഫറൂഖുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലെവണക്സ് കമ്പനി. അങ്ങനെ ഒരു ഉമർ ഫറൂഖായിട്ട് മാറാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ആഡുകൾ എപ്പോഴും ആളുകൾക്ക് എക്സാജറേഷനാണ് എന്ന് ഫീൽ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ലെവണക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളെ മാത്രം പറയുന്ന ജേണിയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഒരു 6 വർഷത്തിൻ്റെ തപസ് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ
ഇങ്ങനെയുള്ള ബിസിനസ് ഓണേഴ്സ് തീർച്ചയായിട്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഈ കേരളത്തിനെ ഒരു $1 ട്രില്യൺ എക്കോണമിയാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ബിസിനസ്സുകാർ എങ്ങനെയാണ് മാറേണ്ടത്? മൊത്തത്തിൽ സാറിൻ്റെ ഒരു ഫീൽ എന്താണ്? സർ, നമ്മൾ എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത്? അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവണം സർ. ആ ക്ലാരിറ്റി ഉള്ള ബിസിനസ്സുകാർക്ക് സൊല്യൂഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഇല്ലേ, നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, പ്രൗഡായിട്ട് പറയാൻ പറ്റും. കാരണം അത് ലെവനെക്സ് ഉണ്ട്, ലെവനെക്സിന് അറിയാം അതെങ്ങനെ കൊടുക്കണം. ഇപ്പം ഈ പ്രോഗ്രാമിലേക്ക് ആളുകൾ ശരിക്കും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു 6 ഓൺലൈൻ സെഷനും ഒരു ഫിസിക്കൽ ഇവൻറ്റും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് പ്രോഗ്രാമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഒരു വർഷത്തിൽ എന്തുകൊണ്ട് ഒരു പ്രോഗ്രാം മാത്രം ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക്. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റില്ല. വർഷത്തിൽ ഒരു തവണ നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ലെവനെക്സ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിൻ്റെ സാറ് പാർട്ടായിട്ട് ഇങ്ങനെ ഒരു ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഈ ഒരു വർഷം വരുമ്പോൾ 2ാമത്തെ വർഷത്തിലേക്ക് ലെവനെക്സുമായിട്ടുള്ള ഒരു ലൈഫ് സാറ് കിടക്കുകയാണ്. അപ്പോൾ ബിസിനസ് ഓണേഴ്സ് എന്തിനാണ് ഇത്രയും പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് അതിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? അതൊരു ഒറ്റ ദിവസത്തിലോ ഒറ്റ മാസത്തിലോ കിട്ടുന്ന ഒരു ക്യാപ്സൂളാണോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവിടെ വരുന്നത്? സർ, തീർച്ചയായിട്ടും ഇതൊരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്കിത് ഒരു പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന മരുന്നല്ലല്ലോ സാർ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈം ജേണിയാണ്. അത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജീവിക്കുന്ന ബിസിനസ് ഓണേഴ്സിന് ഒപ്പം ഗ്രോത്ത് എടുക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവണം, ഒരു വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെവനെക്സിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് ലെവനെക്സിലുണ്ട്. എന്തായിരിക്കും അവർക്ക് നഷ്ടപ്പെടുക വരാത്ത ബിസിനസ് ഓണേഴ്സിന്? തീർച്ചയായിട്ടും ഗ്രോത്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനമല്ല സാർ. അതാണല്ലോ ബിസിനസ്സിൽ ഏറ്റവും നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഗ്രോത്ത് അവർക്ക് എടുക്കാൻ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് ലെവനെക്സ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് വലിയ നഷ്ടം തന്നെയാണ്. ലെവനെക്സിന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അത് ചെറിയ ലെയറിലായാലും വലിയ ലെയറിലായാലും, ഇന്ന് എൻ്റെ മുമ്പിൽ ഒരുപാട് ലെവനെക്സ് ഫൈറ്റേഴ്സ്, കാരണം അവരെന്നെ ഇൻസ്പയർ ആണ്. കാരണം വെച്ചാൽ ഞാൻ ആ ലെയറിലേക്ക് എത്തണം, എനിക്ക് 1000 CR ഹിറ്റ് ചെയ്യാൻ. കാരണം ലെവനെക്സ് എന്നെ പഠിപ്പിക്കുന്നത് ചെറിയ ഗോളുകളല്ല. ഡ്രീം പിക്ക് എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും ലെവനെക്സ് പറയുന്നൊരു ആ ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ സാർ. 1000 CR എത്തിക്കാൻ വേണ്ടി എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്യൂരിറ്റിയിലേക്ക് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അത് മിസ്സാവും. ഇതിൽ ഈ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് സാർ. 1 കോടി രൂപ ടേൺ ഓവറിൽ നിന്ന് ഒരു 1000 CRൻ്റെ ബ്രാക്കറ്റിലുള്ള എല്ലാ കാറ്റഗറി ബിസിനസ് ഓണേഴ്സിനെയും ലെവനെക്സ് കോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു 100-300 കോടി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒരു 20 CR അല്ലെങ്കിൽ 30 CR ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുമൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ലെവനെക്സ് ആ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പോകാറുണ്ട്. അതിൻ്റെ കാരണം അവർ വരുന്ന സ്ഥലം എത്രയാണോ അതിനെ നമ്മൾ എക്സ് എന്നാണ് വിളിക്കുക. അവിടെ നിന്ന് 11 ടൈംസ് ഗ്രോത്ത്, ഇതാണ് നമ്മളുടെ ഒരു തോട്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം ആളുകൾ വരേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആളുകളുടെ അടുത്തും ഞാനൊരു ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. അത് ചിലപ്പോൾ എല്ലാ ആളുകൾക്കും അത് റിസീവ് ചെയ്യാൻ ആ സെൻസിൽ റിസീവ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണ്? ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സാറിൻ്റെ ഇമോഷൻ എന്താണ് അതിൻ്റെ മുകളിൽ? സാർ, അത് തീർച്ചയായിട്ടും ഓരോ ബിസിനസ് ഓണേഴ്സും ഓരോ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ബട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ലെവനെക്സിൻ്റെ സിസ്റ്റത്തിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യാന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അവരുടെ അടുത്തെല്ലാം. കാരണം കൃത്യമായി നമ്മൾ സറണ്ടർ ചെയ്ത്, നമ്മൾ ബിലീവ് ചെയ്ത്, ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ ആ ഗ്രോത്ത് എടുക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ലെവനെക്സിൽ ഉള്ളത്. ഞാൻ പരിചയപ്പെട്ട എല്ലാ ലെവനെക്സ് ഫൈറ്റേഴ്സും ആ ഒരു ഗ്രോത്തിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇനി ആർക്കെങ്കിലും അതിൽ ഇതുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡയറക്ഷൻ, ഡാറ്റ, ഡിസിപ്ലിൻ, ഇതിൽ ഏതോ ഒരെണ്ണം മിസ്സായതുകൊണ്ടാണ് അവർക്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിലുണ്ട് എല്ലാം. ആ ഒരു ഇതിൽ ഏതോ ഒരെണ്ണത്തിൽ അവർക്ക് ഗ്യാപ്പുണ്ട്, അവർക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് എടുക്കാനുള്ള മേ ബി ഓരോ മൈൻഡ് സെറ്റിൽ ഉണ്ടാവുന്ന ഇതാണ്. അത്
തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷം സാർ. കാരണം എന്താ പറയുക, സാറിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്ന കുറച്ച് സമയമുണ്ട്. അതിൽ സാറിൻ്റെ ഒരു ജേണി നമ്മൾ ഓൾറെഡി ഞാൻ കേട്ടതാണെങ്കിലും കുറേ കൂടി അടുത്ത ലെയറിൽ സാറിൻ്റെ ചെറുപ്പ സമയം മുതൽ ഇന്ന് വരെയുള്ള ഒരു ജേണിയെക്കുറിച്ചുള്ള ഒരു റിഫ്ലക്ഷനും കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറി തീർച്ചയായിട്ടും മറ്റൊരു അവസരത്തിൽ നമുക്കിതുപോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഓർഗനൈസേഷനിൽ ഇത്രയും വലിയൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സാർ എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവും കമ്മിറ്റ്മെൻറ്റും തന്നെയാണ് റിസൾട്ടിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെട്ടതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം എല്ലാ ആളുകളിലേക്കും ഇങ്ങനൊരു സിസ്റ്റം എത്തില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഡിസേർവിംഗ് ആയിട്ടുള്ള കരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ലെവണക്സ് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 111 ഓർഗനൈസേഷനെ 2031 ആകുമ്പോഴേക്കും ഐഡൻറ്റിഫൈ ചെയ്യണം. 1000 കോടി രൂപയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റബിൾ സസ്റ്റൈനബിൾ കമ്പനി ആക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിലൊരു കമ്പനിയായിട്ട് തീർച്ചയായിട്ടും നവാനി മെഡിടെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും ഉമർ ഫറൂഖ് എന്ന് പറയുന്ന ബിസിനസ് ഓണറിനും കോർ ടീമിനും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.